അപ്പോൾ ഞാൻ ഇന്ന് പച്ചക്കറി കടയിൽ പോയപ്പോൾ എനിക്ക് കിട്ടിയ ഒരു വെജിറ്റബിൾ ആണ്. ഇതിൻ്റെ പേര് ബട്ടർനട്ട് സ്ക്വാഷ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ഇത് ഞാൻ ഒരു കൗതുകം എന്ന പോലെ ഞാനത് വാങ്ങിച്ചതാണ്. ഇതെങ്ങനെയാണ് ഇത് പ്രിപ്പയർ ചെയ്യുന്നതെന്ന്. അപ്പോൾ നമ്മുടെ പച്ചക്കറി കടക്കാരൻ നൗഷാദ് പറഞ്ഞത് നമുക്ക് ഡാല്, അതായത് പരിപ്പ് വെച്ച് ചെയ്യാമെന്നാണ്. പരിപ്പ് വെച്ച് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പരിപ്പ് വെള്ളത്തിലിടാൻ ഇച്ചിരി താമസിച്ചു പോയി. അതുകൊണ്ട് ഞാൻ എളുപ്പമാർഗ്ഗത്തിന് ചുമന്ന പരിപ്പാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് ചുമന്ന പരിപ്പാകുമ്പോൾ നമുക്ക് കുക്കറിലൊരു 1 അല്ലെങ്കിൽ 2 വിസിൽ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അടിച്ചാൽ അത് രണ്ടും മിക്സായിട്ട് നമുക്ക് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് വരാം. ആദ്യമേ ഞാൻ നടുവേ ഒന്ന് മുറിച്ച് കാണിക്കുക ഇതെങ്ങനെ ഇരിക്കും എന്നുള്ളത്. ഈ ബട്ടർനട്ട് സ്ക്വാഷിൻ്റെ ബെനിഫിറ്റ്സ് ആണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അതായത് നടുവ് മുറിച്ചപ്പോൾ ഇങ്ങനെയുണ്ട്. അതായത് നമ്മളുടെ ഒരു പംകിന്നിൻ്റെ ഒരു ടെക്സ്ചർ പോലുണ്ട്. നമ്മുടെ പംകിനൊക്കെ എങ്ങനെയുണ്ടോ അതേപോലൊക്കെ ഇരിക്കുന്നുണ്ട്. പക്ഷേ ചെറുതാണ്, ഷേപ്പിലൊരു വ്യത്യാസമുണ്ട്. പിന്നെ അതേപോലെ നമ്മുടെ നൗഷാദ് പറഞ്ഞ ഒരു കാര്യം, ഇതിൽ പഴുത്തത് നമ്മുടെ പാലൊഴിച്ച് ജ്യൂസ് അടിക്കാനും നല്ലതാണെന്നാണ് പറഞ്ഞത്. അത് ഞാൻ പരീക്ഷിച്ചില്ല. ആദ്യത്തെ പരീക്ഷണം ഈ ഒരു കറി ഉണ്ടാക്കിയാണ്. നമുക്ക് എന്തായാലും അതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് കടക്കാം. ഇതാ നമ്മുടെ ബട്ടർ സ്ക്വാഷ്. ഇത് എല്ലാം തന്നെ പീസസ് ആക്കി. ഇപ്പോൾ ഈ പീസ് കാണുമ്പോൾ നമുക്കറിയാം ഓൾമോസ്റ്റ് മത്തങ്ങയുടെ ഒരു ലുക്കുണ്ടല്ലേ. അപ്പോൾ എന്തായാലും നമുക്ക് അതിൻ്റെ ടേസ്റ്റ് ഒന്ന് പരീക്ഷിക്കാം. ഞാനത് റെഡിയാക്കിയിട്ടുണ്ട്. അത് ക്ലീൻ ചെയ്യുമ്പം പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ പിച്ചാത്തിയേക്കാൾ ഉപരി നമ്മൾ പൊട്ടറ്റോ പീലർ ഉണ്ടല്ലോ, വെജിറ്റബിൾ പീലർ, അത് വെച്ച് ക്ലീൻ ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി എളുപ്പമാണ്. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പരിപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് തേങ്ങ മാറ്റി വെച്ചിട്ടുണ്ട്. അതായത് ഇത് അരയ്ക്കാൻ വേണ്ടി തേങ്ങ, കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് വേണ്ടുന്നവർക്കിടാം. അധികം എരിവില്ലാത്ത പച്ചമുളക് 1-2 ഞാൻ ഇട്ടിട്ടുള്ളൂ, ആവശ്യം അനുസരണം ഇടാം. പിന്നെ നമുക്ക് കുറച്ച് ജീരകം, ഇത്രയും ചേർത്തതാണിത്. ഇത് നമ്മളൊന്ന് ഗ്രൈൻഡ് ചെയ്തിട്ട് വരാം. ഇതെല്ലാം കൂടെ എന്നിട്ട് നമുക്ക് കുക്കറിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ അടുപ്പത്ത് ഇപ്പോൾ നമ്മളുടെ ബട്ടർ സ്ക്വാഷും അതേപോലെ നമ്മളുടെ പരിപ്പും ഇട്ടിട്ടുണ്ട്. പരിപ്പ് കഴുകി നമ്മൾ വെള്ളത്തിൽ ഇട്ടതാണ്. ഇനിയിപ്പോൾ നമ്മളിടാൻ പോകുന്നത് അതായത് നമ്മൾ അരപ്പ് കൂടെ ഇതിനകത്ത് ചേർക്കുകയാണ്. ഞാൻ ഓൾറെഡി നമ്മളുടെ കുക്കർ ഓൺ ചെയ്തിട്ടിട്ടുണ്ട്. ഗ്യാസ് ഓണാണ്. അപ്പോൾ നമ്മുടെ ഇതിനകത്ത് ഈ അരപ്പിനകത്ത് എന്തൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ കറിവേപ്പില, അതേപോലെ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി, ചുമന്നുള്ളി, പിന്നെ ഒരു ഇച്ചിരി മധുരം കൂടെ കിട്ടാൻ ഒരു സവാള, ഇത്രയും സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടാതെ എരിവിന് വേണ്ടി ഇപ്പോൾ ആർക്കെങ്കിലും എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഒരു 4 പച്ചമുളക്, ഒരു 2 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ഈ അരപ്പ് ഒഴിക്കുവാണ്. നമ്മൾ ഇപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇനി നമ്മൾ ഇതിനകത്ത് ഉപ്പ്, മഞ്ഞൾ പൊടി, ഈ വക സാധനങ്ങൾ ഇനി ഒഴിക്കണം. അപ്പോൾ അതേപോലെ നമ്മൾ കുക്കറിൽ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് കഴിഞ്ഞ മാസം. അതായത് എൻ്റെ കുക്കർ പൊട്ടിത്തെറിച്ചതാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുക്കർ മുകളിൽ വരെ ഞാൻ സാധനം ഇട്ട ശേഷം വെള്ളവും കുറവായിരുന്നു. എന്ത് പറ്റിയെന്ന് വെച്ചാൽ എൻ്റെ ആ വാഷർ ഉൾപ്പെടെ 4ആയിട്ട് പൊട്ടിയിട്ട് കുക്കർ നന്നായിട്ട് പൊട്ടിത്തെറിച്ച് അടുക്കള മൊത്തം കുളമായി. എന്തായാലും അടുക്കള കുളമായാലും കുഴപ്പമില്ല, ആരും ആ സമയത്ത് അടുക്കളയിൽ നിൽക്കാഞ്ഞത് കൊണ്ട് രക്ഷപ്പെട്ടു. ഇപ്പം ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്. ഇനി നമ്മൾ അല്പം മഞ്ഞൾ പൊടിയും കൂടെ ഇടുകയാണ്. അപ്പോൾ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ആവശ്യത്തിന് വെള്ളമുണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. ഇത് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണോ എന്നൊന്ന് ചെക്ക് ചെയ്യണം. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ വെള്ളം വേണം. കാരണം നമ്മളൊരു കറി രൂപത്തിൽ എടുക്കുന്നത് കൊണ്ട് കുറച്ചുകൂടെ വെള്ളം നമുക്ക് ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് ഞാൻ ഒരല്പം കൂടെ വെള്ളം ഒഴിക്കുകയാണ്. കാരണം ഒന്നാമത്തെ പരിപ്പാണ്. പരിപ്പും കൂടെ കുറുകി വരുമ്പോഴത്തേന് വീണ്ടും ഭയങ്കര തിക്കായി പോകാതിരിക്കാൻ വേണ്ടിയും കൂടാണ് നമ്മൾ കുറച്ചുകൂടെ വെള്ളം ഒഴിക്കുന്നത്. ഇനി ഇതിനകത്ത് മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ കടുക് അതായത് ഇത് കുക്കറിൽ ഇങ്ങനെ ചെയ്ത ശേഷം ഒന്നുകിൽ ലാസ്റ്റിൽ എണ്ണ ഒഴിക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ വെളിച്ചെണ്ണ ഇതിൻ്റെ മുകളിൽ ഒഴിച്ച് കുക്ക് ചെയ്താലും
കുഴപ്പമില്ല. എന്തായാലും ഇങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുക്ക് ചെയ്താൽ ഇതിൻ്റെ ചോട്ടിൽ പിടിക്കുന്ന ആ ഒരു സംഭവം ഇല്ലാതെ ഇരിക്കും. നമ്മളിതാ ഇങ്ങനെ കുക്ക് ചെയ്ത് ഇങ്ങനെ അത് കണ്ട ഇപ്പോൾ ഒരു കണ്ട ഇപ്പം തന്നെ നമുക്ക് കഴിക്കാനുള്ളൊരു ഫീലുണ്ട്. ഇങ്ങനെ കുക്ക് ചെയ്താൽ നമുക്ക് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ചോട്ടിൽ പിടിക്കാതിരിക്കും. അതേപോലെ ലാസ്റ്റിൽ കടുക് വറുത്ത് ഇട്ടാൽ മതി. ഇനിയിപ്പോൾ കടുക് വറുത്ത് ഇടണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ കുക്കർ, അതായത് ഒരു 2 വിസിൽ വന്നു കഴിയുമ്പം മുകളിൽ എണ്ണ തൂക്കി നമുക്ക് എടുക്കാവുന്നതുമാണ്. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ വർക്കിംഗ് വുമൺസിന് പറ്റിയൊരു കുക്കിംഗ് ആണ്. പിന്നെ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒന്ന് പുക വന്നിട്ട് മാത്രമേ ഇതിൻ്റെ വിസിൽ വെക്കാവൂ. അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് പറ്റിയ അബദ്ധം, കുക്കർ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് നമുക്കൊന്ന് അതിൻ്റെ ആവി വന്ന ശേഷം നമുക്കിതിൻ്റെ വിസിൽ വെക്കാം. ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനിയും ഇത് വിസിൽ വെക്കാം. വിസിൽ വെച്ചൊരു 2 വിസിൽ വരുന്നിടം വരെ വെയിറ്റ് ചെയ്യാം. അതിന് ശേഷമാണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ 2 വിസിൽ വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ആദ്യത്തെ വിസിൽ വന്നിട്ടുണ്ട്, രണ്ടാമത്തെ വിസിലും ഇതാ നമ്മൾ കുക്കർ ഓപ്പൺ ചെയ്തു. ഇതാണ് നമ്മളുടെ കണ്ടീഷൻ ഓഫ് ദ കറി. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി എണ്ണ ഒഴിച്ചിട്ട് വരാം. ഇതാ നമ്മൾ കുഴച്ചപ്പോൾ ഇച്ചിരി അത് തിക്കായിട്ടുണ്ട്. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡാലിന് തിക്നെസ് വരുന്നത് കൊണ്ട് ഇത് കുറച്ച് തിക്കായിട്ടുണ്ട്. അതുകൊണ്ട് അല്പം കൂടെ വെള്ളം നമുക്ക് ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് കറി പരുവത്തിലാക്കാം. അതല്ല ആ ഒരു പരുവത്തിൽ വെക്കുന്നവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ഇടാം. എന്തായാലും ആവശ്യത്തിന് ഇത് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരല്പം കൂടെ സോൾട്ട് ഇതിനകത്തിടാം. കാരണം ഇത്രയും തന്നെ നമ്മൾ വെള്ളം ഒഴിച്ച സ്ഥിതിക്ക് കുറച്ചുകൂടെ ഉപ്പിൻ്റെ ഒരു അംശം നമുക്ക് ആവശ്യമുണ്ട്. ഇനിയും ഇതിനകത്ത് ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ കറിവേപ്പില പൊട്ടിച്ച് ഇടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇടാം. കറിവേപ്പിലയും കടുകും കൂടെ പൊട്ടിച്ചിടാം. അതല്ലെന്നുണ്ടെങ്കിൽ കറിവേപ്പില മാത്രമായിട്ട് വെറുതെ തൂകിയ ശേഷം ഒന്ന് മുറിച്ച്, അതായത് കറിവേപ്പിലയുടെ ആ ഒരു സ്മെല്ലൊക്കെ ഒന്ന് അകത്തോട്ട് ചെല്ലാൻ വേണ്ടി ഒന്ന് മുറിച്ച ശേഷം തൂകിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ എണ്ണ ഒഴിച്ച് നമുക്ക് ഇത് സ്റ്റോപ്പ് ചെയ്യാം. അതായത് ഇപ്പം നമ്മൾ വെള്ളം ഒഴിച്ചത് ഇപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കറി ഇതാ നല്ല സൂപ്പർ ഡാൽ വിത്ത് ബട്ടർ സ്ക്വാഷ് കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇതേപോലുള്ള ഈസി ആയിട്ടുള്ള കറികളും അതേപോലെ ഡിഫറെൻ്റ് ആയിട്ടുള്ള കറികളുമായിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള കറികളുമായിട്ട് വീണ്ടും വരുന്നത് വരെ ടേക്ക് കെയർ ആൻഡ് ഗുഡ് ബൈ.